ഗുഡ് മോർണിംഗ് ടു ആൾ. നെക്സ്റ്റ് യൂണിറ്റ് 2 ലെറ്റർ ടു ഗോഡ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ലെറ്റർ ടു ഗോഡ്, ദൈവത്തിനുള്ളൊരു കത്ത്, ദൈവത്തിനൊരു കത്ത്, ഇതാണ് ലെറ്റർ ടു ഗോഡ് എന്നുള്ള പാഠഭാഗം യൂണിറ്റ് 2. ഓക്കെ, അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പേര്, ഞാൻ ചാപ്റ്ററിൻ്റെ പേരും ലെറ്റർ ടു ഗോഡ് ആണ്. അതിൽ പെൺകുട്ടീനെ കാണാം, പെൺകുട്ടി നിൽക്കുന്നുണ്ട്, അതിനപ്പുറത്ത് കുറേ കാർമേഘങ്ങളും, ഇത്രയുമാണ് ആ പിക്ചറിലുള്ളത്. അപ്പോൾ എന്തൊക്കെ അതിൽ പറയണമെന്ന് നോക്കാം. വൈറ്റ് ഷീപ്പ് ഓൺ എ ബ്ലൂ ഹിൽ. വെൻ ദ വിൻഡ് സ്റ്റോപ്സ് യു ഓൾ സ്റ്റാൻഡ് സ്റ്റിൽ. വെൻ ദ വിൻഡ് ബ്ലോസ് യു വാക്ക് അവേ സ്ലോ. വൈറ്റ് ഷീപ്പ് വേർ ഡു യു ഗോ. ഓക്കെ, വൈറ്റ് ഷീപ്പ് ഓൺ എ ബ്ലൂ ഹിൽ. എന്താ പറയുന്നത്? വൈറ്റ് ഷീപ്പ് ഓൺ എ ബ്ലൂ ഹിൽ. ബ്ലൂ ഹിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീലക്കുന്നുമ്പ്, ദൂരെ നീലമലയുടെ മുകളിൽ വെള്ളമേഘങ്ങളോട് സംസാരിക്കുകയാണ് ആര്? ഈ കവിയത്രി, ക്രിസ്റ്റീന റോസറ്റി എന്ന് പറഞ്ഞ കവിയത്രി. വൈറ്റ് ഷീപ്പ് ഓൺ എ ബ്ലൂ ഹിൽ. നീലമലയുടെ മുകളിൽ വെള്ളമേഘങ്ങളോട് കവിയത്രി സംസാരിക്കുകയാണ്. വെൻ ദ വിൻഡ് സ്റ്റോപ്സ്, എന്ത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ? വിൻഡ്, കാറ്റ് നിൽക്കുമ്പോൾ, യു ഓൾ സ്റ്റാൻഡ് സ്റ്റിൽ. ഓക്കെ, കാറ്റ് നിൽക്കുമ്പോൾ ഈ വൈറ്റ് ഷീപ്പ് എന്ന് പറഞ്ഞില്ല, വൈറ്റ് ഷീപ്പ് പറഞ്ഞാൽ വെള്ള ഷീപ്പ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാടാണ്. അത് ചെമ്മരിയാടിനെ എന്തിനോടാണ് ഉപമിക്കുന്നത് നമുക്ക് നോക്കാം. വെൻ എ വിൻഡ് സ്റ്റോപ്പ് യു ഓൾ സ്റ്റാൻഡ് സ്റ്റിൽ. കാറ്റ് നിൽക്കുമ്പോൾ നിങ്ങളെല്ലാവരും നിൽക്കുന്നു. കാറ്റ് നിൽക്കുമ്പോൾ എല്ലാ വൈറ്റ് ഷീപ്പുകളും മലമുകളിൽ തന്നെ നിൽക്കുന്നു. വെൻ ദ വിൻഡ് ബ്ലോസ്, കാറ്റ് വീശുമ്പോഴോ, യു വാക്ക് അവേ സ്ലോ, നീ പതുക്കെ നടന്നു നീക്കും. വൈറ്റ് ഷീപ്പ് എന്ന് പറയുന്നത് ആരെയും നമുക്ക് നോക്കാം കേട്ടോ. വൈറ്റ് ഷീപ്പ് വേർ ഡു യു ഗോ. വൈറ്റ് ഷീപ്പേ നീ എവിടേക്കാണ് പോകുന്നത് എന്നാണ് ഈ പോയത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. വൈറ്റ് ഷീപ്പ് ഓൺ എ ബ്ലൂ ഹിൽ. നീലമലയുടെ മുകളിലുള്ള വൈറ്റ് ഷീപ്പുകളെ. വെൻ ദ വിൻഡ് സ്റ്റോപ്പ്, കാറ്റ് നിൽക്കുമ്പോൾ, യു ഓൾ സ്റ്റാൻഡ് സ്റ്റിൽ, നിങ്ങളപ്പോൾ നിൽക്കുകയാണോ? വെൻ ദ വിൻഡ് ബ്ലോസ്, കാറ്റ് വീശുമ്പോൾ, യു വാക്ക് അവേ സ്ലോ, നീ പതുക്കെ നടക്കുന്നു. വൈറ്റ് ഷീപ്പ് വേർ ഡു യു ഗോ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നത്. ക്രിസ്റ്റീന റോസറ്റിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇവിടെ ഹൂ ഈസ് ദ പോയറ്റ് ടോക്കിംഗ് ടു, ആരോടാണ് ഈ കവിയത്തിൽ സംസാരിക്കുന്നത്? ആരോടാണ്? കാർമേഘങ്ങളെയാണ് ഉദ്ദേശിച്ചത് അല്ലേ? വൈറ്റ് ഷീപ്പ് എന്ന് ഉദ്ദേശിച്ചത് കാർമേഘങ്ങളെയാണ്. ഹൂ ഡസ് ദ പോയറ്റ് അഡ്രസ് ആസ് വൈറ്റ് ഷീപ്പ്, എന്തിനെയാണ് വൈറ്റ് ഷീപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്? കാർമേഘങ്ങളോടാണ് സംസാരിക്കുന്നത്. അതുപോലെ എന്താണ്? ക്ലൗഡ് കേട്ടോ. കാർമേഘത്തിന് എന്താ ഇംഗ്ലീഷ് പറയാം? ക്ലൗഡ്. ഇതാണ് നമ്മൾ ഫസ്റ്റ്, ഈ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ, പേജ് നമ്പർ 37. നെക്സ്റ്റ് നമുക്കൊരു പാഠഭാഗം തുടങ്ങണം. ഈ രണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പാഠഭാഗം വായിച്ചിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. അതാണ് ഒരു വർക്ക് ഉള്ളത്. അതുപോലെ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതിയിട്ട് സെൻഡ് ചെയ്യാൻ. രണ്ടിൻ്റെ ആൻസർ ക്ലൗഡാണ്. നെക്സ്റ്റ് ദ പ്ലഷർ ഓഫ് റെയിൻ എന്നുള്ള പാഠഭാഗമാണ്. പ്ലഷർ ഓഫ് റെയിൻ. ഓക്കെ, പ്ലഷർ ഓഫ് റെയിൻ എന്ന് പറഞ്ഞാൽ, റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, മഴയാണ്. പ്ലഷർ എന്ന് പറഞ്ഞാൽ സന്തോഷം. അപ്പോൾ പ്ലഷർ ഓഫ് റെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്ലഷർ ഓഫ് റെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നല്ല സന്തോഷത്തിൻ്റെ മഴയാണ് അല്ലേ? മഴ നല്ല സന്തോഷം നൽകുന്നുണ്ട്. ആർക്കാണ് സന്തോഷം നൽകുന്നത് നമുക്ക് നോക്കാം. ഡു യു ടോക്ക് ടു ദ റെയിൻ, നിങ്ങൾ മഴയോട് സംസാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഫ്ലവേഴ്സിന് സംസാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ബേർഡ്സ് ആൻഡ് ക്ലൗഡ്സ്, ഈ മുകളിൽ കാണുന്ന കേട്ടോ ഞാൻ വായിക്കുന്നത്. ഡു യു ടോക്ക് ടു ദ റെയിൻ, ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് ക്ലൗഡ്സ്, നിങ്ങൾ മഴയോടോ പൂക്കളോടോ പക്ഷികളോടോ കാർമേഘത്തോടോ സംസാരിച്ചിട്ടുണ്ടോ? ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് എ മാൻ ഹൂ ടോക്ക് ടു ദ റെയിൻ. ഇവിടെ നമുക്ക് ഒരു ആളെ പറ്റി ഉള്ളൊരു കഥയാണ്. അതിൽ അയാൾ സംസാരിക്കുന്ന ആരോടാണ്? മഴയോടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഒരാൾ മഴയത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ട്. ഒരു കുന്നിൻ ചെരുവാണെന്ന്, ഒരു കുന്നിൻ്റെ മുകളിലാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഈ പാഠഭാഗം തുടങ്ങാം. ദ ഹൗസ്, ദ ഓൺലി വൺ ഇൻ ദ ഹോൾ വാലി.
സാറ്റ് ഓൺ ദ ക്രസ്റ്റ് ഓഫ് എ ലോ ഹിൽ. ദ ഹൗസ്, വീടുണ്ട്. ദ ഓൺലി വൺ ഇൻ ദ ഹോൾ വാലി. അവിടെ ഒരു കുന്നുണ്ട്. ആ കുന്നിൽ എന്താ ഉള്ളത്? ആ മലൻ്റെ ചെരുവിൽ ആകെയുള്ള ഒരു വീടാണത്. സാറ്റ് ഓൺ ദ ക്രസ്റ്റ് ഓഫ് എ ലോ ഹിൽ. ഒരു ചെറിയ കുന്നിൻ്റെ താഴ്വരയിലാണ് അത് നിൽക്കുന്നത്. ഫ്രം ദിസ് ഹൈറ്റ് വൺ കുഡ് സീ ദ റിവർ ആൻഡ് ദ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ. ഫ്രം ദിസ് ഹൈറ്റ്, ഇവിടെ നിന്നാൽ വൺ കുഡ് സീ, ഒരാൾ കാണാൻ കഴിയും, ദ റിവർ, പുഴ കാണാൻ കഴിയും, ആൻഡ് ദ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ, നല്ല വിളഞ്ഞു നിൽക്കുന്ന കോൺ. കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ചോളം. ചോളത്തിൻ്റെ മരത്തെയും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോൺ എങ്ങനെയുള്ള കോൺ ഡോട്ടഡ് വിത്ത് ഫ്ലവേഴ്സ് ദാറ്റ് ഓൾവേസ് പ്രോമിസ് എ ഗുഡ് ഹാർവെസ്റ്റ്. ആ കോണിൻ്റെ തോട്ടത്തിൽ നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല വിളവ് നൽകും. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ദ ഓൺലി തിങ് ദ എർത്ത് നീഡഡ് വാസ് എ ഡൗൺ പോർ ഓർ അറ്റ്ലീസ്റ്റ് എ ഷവർ. പക്ഷെ ഒരേ ഒരു കാര്യം ആവശ്യമുണ്ട്. എന്താണ്? എർത്ത്, ഭൂമിക്ക് ആവശ്യമാണ്, നീഡഡ്, ആവശ്യമാണ്, വാസ് ദ ഡൗൺ പോർ, ഒരു ചെറിയ താഴത്തേക്കുള്ളൊരു വീഴ്ച. എന്താണ്? ഓർ അറ്റ്ലീസ്റ്റ് എ ഷവർ, അല്ലെങ്കിൽ ചെറിയ ഷവർ ആവശ്യമാണ്. ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? എന്തിൻ്റെ വീഴ്ചയും താഴത്തേക്ക് ആവശ്യമുള്ളത്? മഴയുടെ, ചെറിയൊരു മഴ അവർക്ക് ആവശ്യമാണ്. എന്നാലുള്ള വിരിഞ്ഞു നിൽക്കുന്ന കോൺഫ്ലവേഴ്സൊക്കെ അത് കായായിട്ട് മാറിയിട്ട് ഇയാൾക്ക് നല്ല ഹാർവെസ്റ്റ്, നല്ല വിളവ് കിട്ടുകയുള്ളൂ. ത്രൂ ഔട്ട് ദ മോർണിംഗ് ലെഞ്ചോ ഹാഡ് ഡൺ നത്തിങ് എൽസ്. ആ പകൽ മുഴുവൻ ലെഞ്ചോ ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് ലുക്ക് അറ്റ് ദ സ്കൈ ടുവാർഡ്സ് ദ നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആര്? ലെഞ്ചോ. നമ്മളെ പാഠഭാഗത്തിലെ കഥാപാത്രത്തിൻ്റെ പേരാണ് ലെഞ്ചോ. അയാൾ ഒന്നും ചെയ്യാതെ ആകാശത്തേക്ക്, നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് നോക്കി അങ്ങനെ നിൽക്കുന്നു. നൗ വി ആർ റിയലി ഗോയിങ് ടു ഗെറ്റ് സം റെയിൻ വുമൺ, ഹീ സെഡ്. അപ്പോൾ ഹീ സെഡ്, ലെഞ്ചോ പറയാണ് അവൻ്റെ ഭാര്യയോട്, വുമൺ ആണ് പെണ്ണ്, അവൻ്റെ ഭാര്യയോട് പറയാണ്, നൗ, ഇപ്പോൾ, വി ആർ റിയലി ഗോയിങ് ടു ഗെറ്റ് സം റെയിൻ, നമുക്ക് ഇപ്പോൾ കുറച്ച് മഴ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദ വുമൺ ഹു വാസ് പ്രിപ്പയറിങ് എ സപ്പർ. അവൾ എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ആ ഉണ്ടാകുന്ന സമയത്ത് റിപ്ലൈഡ്, മറുപടി പറഞ്ഞു, യെസ്, ഗുഡ് വില്ലിങ്. എന്താണ്? കിട്ടും അല്ലേ? സോറി, ഗോഡ് വില്ലിങ്, ദൈവം കനിഞ്ഞാൽ നമുക്ക് മഴ കിട്ടുമെന്നാണ് പറയുന്നത്. ഡ്യൂറിങ് ദ മീൽ ബിഗ് ഡ്രോപ്സ് ഓഫ് റെയിൻ ബിഗാൻ ടു ഫാൾ. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ ഡ്രോപ്പ് ഓഫ് റെയിൻ, വലിയ വലിയ തുള്ളി മഴ ബിഗാൻ ടു ഫാൾ, വീഴാൻ തുടങ്ങി. ഹ്യൂജ് മൗണ്ടെയിൻ ഓഫ് ക്ലൗഡ് കുഡ് ബി സീൻ അപ്രോച്ചിങ്. ഹ്യൂജ് മൗണ്ടെയിൻ ഓഫ് ക്ലൗഡ്, വലിയ വലിയ മേഘത്തിൻ്റെ പർവ്വതം തന്നെ അതിനടുത്തേക്ക് വരുന്ന പോലെ നമുക്ക് കാണാം. ദ എയർ വാസ് ഫ്രഷ് ആൻഡ് സ്വീറ്റ്. അവിടുത്തെ എയർ എങ്ങനെയാണ്? വായു എങ്ങനെയാണ്? നല്ല ഫ്രഷാണ് അല്ലേ? നല്ല ഫ്രഷാണ്. ആൻഡ് സ്വീറ്റ്, മധുരമുള്ളതെന്നൊക്കെ ഉദ്ദേശിച്ച് നല്ല നല്ല എയറാണ്. ലെഞ്ചോ വെൻറ്റ് ഔട്ട് ടു ഹാവ് ദ പ്ലഷർ ഓഫ് ഫീലിംഗ്. ലെഞ്ചോ പുറത്തേക്ക് പോയി. ടു എന്തിനാണ്? ദ പ്ലഷർ ഓഫ് ഫീലിംഗ് ദ റെയിൻ ഓൺ ഹിസ് ബോഡി. അവൻ്റെ ദേഹത്തേക്ക് മഴ പെയ്യുമ്പോൾ ആ ഫീലിംഗ്, ആ സന്തോഷം, അവന് മഴ ഇങ്ങനെ വീഴുമ്പോൾ സന്തോഷം അറിയാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് ഇറങ്ങി. ദീസ് ആറൻറ്റ് റെയിൻ ഡ്രോപ്പ് ഫാളിങ് ഫ്രം ദ സ്കൈ, ദേ ആർ ലൈക്ക് ന്യൂ കോയിൻ. അയാൾ പറയാണ്, ദീസ് ആറൻറ്റ് റെയിൻ ഡ്രോപ്പ് ഫാളിങ് ഫ്രം ദ സ്കൈ. ആകാശത്ത് നിന്ന് വീഴുന്ന ഓരോ മഴത്തുള്ളികളും എന്താണ്? ദേ ആർ ലൈക്ക് എ ന്യൂ കോയിൻ, പുതിയ പൈസ, കോയിൻ പോലെയാണ് തോന്നുന്നത്. ദ ബിഗ് ഡ്രോപ്സ് ആർ ടെൻസ് ആൻഡ് ദ ലിറ്റിൽ വൺസ് ആർ ഫൈവ്സ്. വലിയ ഡ്രോപ്സ് 10 രൂപയും ലിറ്റിൽ വൺസ്, ചെറിയ ഡ്രോപ്സ് ആർ 5 രൂപയും ആകുന്നു. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ദ പ്ലഷർ ഓഫ് റെയിൻ എന്നുള്ള പാഠഭാഗത്തിൽ പറയാനുള്ളത്. ഓക്കെ, ഇനിയും ഇതിൽ ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറഞ്ഞു പോവാം. ഹൗ ഡു യു തിങ്ക് ലെഞ്ചോ ന്യൂ ഇറ്റ് ഈസ് എ ഗോയിങ് ടു റെയിൻ? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? ഹൗ ഡു യു തിങ്ക്, നിങ്ങൾക്ക് എങ്ങനെയാണ് എങ്ങനെ മനസ്സിലായത്? ലെഞ്ചോ ന്യൂ ദാറ്റ് ഇറ്റ് വാസ് ഗോയിങ് ടു റെയിൻ, മഴ പെയ്യാൻ പോവുകയാണെന്ന് ലെഞ്ചോക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കുന്നത്?
നിങ്ങൾക്ക് മനസ്സിലായത് വായിച്ചപ്പോൾ തന്നെ മഴ പെയ്യാൻ പോവാണെന്നൊക്കെ. അത് ലെഞ്ചോക്ക് മനസ്സിലായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അത് ഏത് സെൻറ്റൻസ് ആണെന്ന് ചോദിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ത്രൂ ഔട്ട് ദ മോർണിംഗ് ലെഞ്ചോ ഹാഡ് ഡൺ നത്തിങ്. ഈ രാവിലെ മൊത്തം ലെഞ്ചോ ഒന്നും ചെയ്തിട്ടില്ല. വാസ് ഹി ലേസി? അയാൾ മടിയനായിട്ടാണോ? വാട്ട് ഡു യു തിങ്ക്? നിങ്ങളെന്താ ചിന്തിക്കുന്നത്? അയാൾ മടിയനായിട്ട് എന്നാണ് തോന്നുന്നത്. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ, ഹാവ് യു വാച്ച് സ്കൈ വെൻ ഇറ്റ് റെയിൻ? നിങ്ങൾ മഴ പെയ്യാൻ പോകുന്ന സമയത്ത് ആകാശത്തേക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ടോ? ഹൗ ഡസ് ഇറ്റ് ലുക്ക്? അത് കാണാൻ എങ്ങനെയാണ്? നാലാമത്തെ, ദ ബിഗ് ഡ്രോപ്സ് ആർ 10s ആൻഡ് ദ ലിറ്റിൽ വൺസ് ആർ 5s. വലിയ തുള്ളികൾ 10ഉം ചെറിയ തുള്ളികൾ 5ഉമാകുന്നു. വാട്ട് ഡസ് ലെഞ്ചോ മീൻസ് ബൈ ദിസ്? ഇതുകൊണ്ട് ലെഞ്ചോ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ആൻസർ അടുത്ത ചാപ്റ്ററിൽ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ പ്ലഷർ ഓഫ് റെയിൻ. നെക്സ്റ്റ്, എ നൈറ്റ് ഓഫ് സോറോ. എ നൈറ്റ് ഓഫ് സോറോ. സോറോ എന്ന് പറഞ്ഞാൽ ദുഃഖം. നൈറ്റ് പറഞ്ഞാൽ രാത്രി, ദുഃഖഭരിതമായ രാത്രി. ഓക്കെ, അപ്പോൾ ഇത് ആദ്യത്തേൽ പ്ലഷറായിരുന്നു, സന്തോഷമായിരുന്നു. പ്ലഷർ ഓഫ് റെയിൻ അല്ലേ, മഴയുടെ സന്തോഷമായിരുന്നു. പക്ഷേ ഇത് എ നൈറ്റ് ഓഫ് സോറോ, ദുഃഖഭരിതമായ രാത്രിയാണ്. അപ്പോൾ എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. He looked at the field of ripe corn with its flowers draped in a certain rain. He looked at the field of ripe corn. അയാൾ എന്താ ചെയ്തത്? അവിടെ അയാൾ നോക്കി at the field of ripe corn. അവിടെ അയാളുടെ തോട്ടാണ് കോണിൻ്റെ അല്ലേ. കോൺ എന്ന് പറഞ്ഞാൽ ചോളത്തിൻ്റെ തോട്ടത്തേക്ക് അയാൾ ഇങ്ങനെ നോക്കി. വിത്ത് ദീസ് ഫ്ലവേഴ്സ് ഡ്രാപ്ഡ് ഇൻ എ കർട്ടൻ ഓഫ് റെയിൻ. എന്താ സംഭവിച്ചിട്ടുള്ളത്? അതിലെ ഫ്ലവേഴ്സ് എല്ലാം മഴത്തുള്ളികൾ കൊണ്ട് മൂടിയിട്ടുണ്ട്. ബട്ട് സഡൻലി എ സ്ട്രോങ് വിൻഡ് ബിഗാൻ ടു ഫ്ലോ. പെട്ടെന്ന് തന്നെ എന്തായി? വലിയൊരു കാറ്റ് വീശാൻ തുടങ്ങി. വെരി ലാർജ് ഹെയിൽ സ്റ്റോൺ ബിഗാൻ ടു ഫാൾ. ഹെയിൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ആലിപ്പഴല്ലേ, ഐസും കെട്ട വീഴാറില്ല ചില സമയത്തൊക്കെ മഴ പെയ്യുമ്പോൾ, അങ്ങനെ അതും വീഴാൻ തുടങ്ങി. ഇറ്റ് ഈസ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ എക്സ്ക്ലൈംഡ് ലെഞ്ചോ. ലെഞ്ചോ പറയാണ് ഇറ്റ് ഈസ് റിയലി ഗെറ്റിംഗ് ബാഡ്. ഇതിപ്പോൾ എന്താണ്? ഇതാകെ മോശമായ കാര്യമാണല്ലോ. ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്കിലി. എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് പോകും എന്നാണ് തോന്നുന്നത്. ഇറ്റ് ഡിഡ് നോട്ട് പാസ് ക്വിക്കിലി. പക്ഷെ അത് പെട്ടെന്ന് പോയില്ല. ഇറ്റ് ഹെയിൽഡ് ഫോർ ആൻ അവർ ഓൺ ദ ഹൗസ്. അത് ഏകദേശം 1 മണിക്കൂറോളം വീശി. എവിടേക്ക്? ഓൺ ഹൗസ്, അയാളുടെ വീടിന് ചുറ്റും. ദ ഗാർഡൻ, പൂന്തോട്ടത്തിന് ചുറ്റും. ദ ഹിൽ സൈഡ്, കുന്നിന് ചുറ്റും. ദ കോൺ ഫീൽഡ്, പിന്നെ അതുപോലെ കോൺ ഫീൽഡ് അയാളുടെ ചോളത്തിൻ്റെ തോട്ടത്തിലും. ആൻഡ് ദ ഹോൾ വാലി, ആ മൊത്തം താഴ്വരയിലും ഈ ഹെയിൽ സ്റ്റോൺ വീശാൻ, ആലിപ്പഴം വീണു, ഐസും കെട്ടകൾ വീഴാൻ തുടങ്ങി 1 മണിക്കൂറോളം. ദ ഫീൽഡ് വാസ് വൈറ്റ്. അയാളുടെ തോട്ടം മൊത്തം എന്ത് കളറായി? വൈറ്റ് കളറായി. ഏതുപോലെ? ആസിഫ്, ഏതുപോലെ? കവേർഡ് വിത്ത് സാൾട്ട്, എല്ലായിടത്തും ഉപ്പിട്ട പോലെ എല്ലായിടത്തും ഐസ് കൊണ്ട് മൂടി. നോട്ട് എ ലീഫ് റിമൈൻഡ് ഓൺ ദ ട്രീസ്. ഒരു ലീഫ് പോലും മരത്തിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നില്ല. ദ കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ്. അയാളുടെ കോണ് അല്ലെ, ചോളത്തിൻ്റെ മരങ്ങളൊക്കെ മൊത്തമായിട്ട് നശിച്ചു. ഡിസ്ട്രോയിഡ് മീൻസ് നശിച്ചു. ദ ഫ്ലവർ ഹാഡ് ഡിസപ്പിയർഡ് ഫ്രം ദ പ്ലാന്റ്. ആ പ്ലാന്റിൽ നിന്ന് എന്തായി? എല്ലാ ഫ്ലവേഴ്സും കാണാതായി. ലെഞ്ചോസ് സോൾ വാസ് ഫില്ലിഡ് വിത്ത് സാഡ്നെസ്. ലെഞ്ചോൻ്റെ ഹൃദയം എന്താണ്? ആകെ ദുഃഖം കൊണ്ട് നിറഞ്ഞു. ദാറ്റ് നൈറ്റ് വാസ് എ സോറോഫുൾ വൺ. ആ രാത്രിയാണ് അയാൾക്ക് ആകെ വിഷമം പിടിച്ച രാത്രി എന്ന് പറയുന്നത്. ദിസ് ഇയർ വി വിൽ ഹാവ് നോ കോൺ. ഈ വർഷം നമുക്ക് എന്ത് കിട്ടില്ല? കോൺ തോട്ടം മൊത്തം നശിച്ചില്ല, അപ്പം എന്ത് കിട്ടില്ല? കോണ് കിട്ടില്ല. ദർ ഇസ് നോ വൺ ടു ഹെൽപ്പ് അസ്. നമ്മളാരും രക്ഷിക്കില്ല. വി വിൽ ഓൾ ഗോ ഹാംഗ്രി ദിസ് ഇയർ. ഈ വർഷം മൊത്തം നമ്മൾ വിശപ്പ് സഹിച്ച് കഴിയേണ്ടി വരും. ബട്ട് ഇൻ ദ ഹേർട്സ് ഓഫ് ഓൾ who lived in that solitary house there was a single home. But in the hearts of all who lived in that solitary house, അവിടെ ഒറ്റപ്പെട്ടൊരു വീടാന്ന് പറഞ്ഞില്ല, ആ ഒറ്റപ്പെട്ട് വീടിൽ താമസിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ
ദർ വാസ് എ സിംഗിൾ ഹോപ്പ്, ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആരിലാണ്? ഹെൽപ്പ് ഫ്രം ഗോഡ്. എന്തൊക്കെ സംഭവിച്ചാലും ദൈവം നമ്മളെ രക്ഷിക്കും, നമ്മളെ സഹായിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ഓൾ ത്രൂ ദ നൈറ്റ്, ആ രാത്രി മൊത്തം ലെഞ്ചോ തോട്ട് ഒൺലി ഓഫ് ഹിസ് വൺ ഹോപ്പ്. ആ രാത്രി മൊത്തം ലെഞ്ചോൻ്റെ ചിന്ത എന്തായിരുന്നു? ഒരേയൊരു പ്രതീക്ഷയിലായിരുന്നു. എന്തായിരുന്നു? ഗോഡ്, ദൈവത്തിലായിരുന്നു അയാളുടെ വിശ്വാസം മൊത്തം. എന്തൊക്കെ സംഭവിച്ചാലും ദൈവം നമ്മളെ സഹായിക്കുമെന്നുള്ളതായിരുന്നു അയാളുടെ വിശ്വാസം. ഓക്കെ, അപ്പോൾ അഞ്ചാമത്തത് ക്വസ്റ്റ്യൻ നോക്കാം. ലെഞ്ചോ വാസ് ഹാപ്പി വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ പെയ്തപ്പോൾ ലെഞ്ചോക്ക് നല്ല സന്തോഷമായി. ബട്ട് ദ ഹാപ്പിനെസ് ഡിഡിൻ ലാസ്റ്റ് ലോങ്. പക്ഷെ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. വാട്ട് വാസ് ദ റീസൺ? കാരണം എന്തായിരുന്നു കാരണം? അല്ലേ, മഴ കൂടി, ഹെയിൽ സ്റ്റോണൊക്കെ വീഴാൻ തുടങ്ങി. അത് കാരണം എന്താണ്? അയാളുടെ കോണൊക്കെ നശിച്ചു പോവുകയാണ്. അതപ്പോൾ അയാൾക്ക് സന്തോഷം ഉണ്ടാവുമോ? ഇല്ല. പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻ വിച്ച് ടെൽ യു ദാറ്റ് ലെഞ്ചോ വാസ് സാഡ്. ലെഞ്ചോ ഭയങ്കര വിഷമിച്ചിരിക്കുക എന്നുള്ള കാണിക്കുന്ന സെൻറ്റൻസ് ഏതാണ്? ഏഴാമത്തെ, വാട്ട് ചേഞ്ചസ് ഡിഡ് ദ ഹെയിൽ സ്റ്റോൺ ബ്രിങ് ടു ദ വാലി. ആ വാലിയിൽ എന്തൊക്കെ ചേഞ്ചുകളാണ് ആ ഹെയിൽ സ്റ്റോണിൽ വരുത്തി വെച്ചതെന്നാണ് ചോദിക്കുന്നത്. അതൊക്കെ ഇതിൽ ഞാൻ പറഞ്ഞതിലുണ്ടാവും. നിങ്ങൾ കഴിയുന്ന പോലെ നിങ്ങൾ നോക്കി എഴുതണം. ബാക്കി കിട്ടാത്തതിന് ആണെങ്കിൽ മാത്രം ഞാൻ ആൻസർ സെൻഡ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ 2 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇതിൽ പറയുന്നത് കേട്ടോ.